അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മുളകും തൈയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞു തരാമെന്നും വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ ചെറിയ ഒരു അടുക്കളത്തോട്ടമൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കുകയാണെങ്കിൽ നമുക്കൊരു അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അത് ചാക്കിലാണെങ്കിലും നിലത്താണെങ്കിലും, അപ്പോൾ ചാക്കിലാണ് എനിക്ക് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോടും കൂടി അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മുളകും തൈയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ സ്വന്തം ഒരു ഐഡിയ വെച്ച് ചെയ്ത് നോക്കിയതാണ്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള കരുതലിൽ, പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ചാക്കിൽ പിന്നെ ഇത് കണ്ടോ, അപ്പോൾ ഓരോ തയ്യൽ വലുതായത് കണ്ടതൊക്കെ ഞാനിത് 2 തയ്യാണ് കേട്ടോ ഒരു ചാക്കിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് 2 തൈ കുറച്ച് വളർച്ച എത്തിയതിൻ്റെ ശേഷം അതിൻ്റെ തലയൊന്ന് നുള്ളി കൊടുക്കും. അപ്പോൾ എന്തുണ്ട്, കുറേ കമ്പുകളും ഇണച്ചനൊക്കെ ആയിട്ട് വരും. മറ്റേതിങ്ങനെ നീണ്ടു പോയിട്ട് നമുക്ക് മുളകും കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ എല്ലാ കമ്പുകളിലും മുളകുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കമ്പ് കുറച്ച് വലുതായി വരുമ്പോൾ തല നുള്ളി കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടായി, ഇതൊരു വെള്ളമുളകിൻ്റെ തൈ കേട്ടോ. അപ്പോൾ ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. ഫസ്റ്റത്തെ മുളകാണ്, ഒരു 5-10 എണ്ണമൊക്കെ ഉള്ളൂ ഇപ്പോൾ. അപ്പം ഇനി ആയി തുടങ്ങുന്നുണ്ട്, ഇനി നിറയെ ഉണ്ടാവും. അത് ഈ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതേപോലെ നുള്ളി കൊടുത്തത്, കുറച്ച് തൈ വലുതായതിന് ശേഷം. അതുകൊണ്ടാണ് ഇങ്ങനെ നീളം വെച്ച് പോയത്. അതുകൊണ്ട് കമ്പൊക്കെ വെച്ച് കെട്ടിക്കുകയാണ്. മഴയൊക്കെ വരില്ല, കാറ്റൊക്കെ വന്ന് ഒടിഞ്ഞു പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെറുതിൽ തന്നെ ഒരു 5-6 ഇലയൊക്കെ വന്ന് കഴിഞ്ഞ സമയത്ത് തല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇണച്ചനായിട്ട് കണ്ടോ, അങ്ങനെ വലിയ ഉയരത്തിൽ നിൽക്കാതെ വരും ചെയ്യും. നല്ല ബുഷായിട്ട് നിന്നിട്ട് കുറേ മുളകുണ്ടാവുകയും ചെയ്യാൻ ഉള്ളൊരു ഇതാട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത ഓരോ പരീക്ഷണങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വളങ്ങൾ എല്ലാവരും എൻ്റെ മുളകും തൈയൊക്കെ കണ്ടുവന്ന് ചോദിക്കാറുണ്ട്, ഇതിനെന്താ ഈ വളം കൊടുക്കാറെന്ന്. ഒരു വളവും പൈസ കൊടുത്ത് മേടിച്ചതല്ല. അതിൻ്റെ കടയിൽ നമ്മളെ പച്ചക്കറി വേസ്റ്റുകളാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ. ചാക്കിൽ നിറയെ ചമ്മല നിറച്ചിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മീതിട്ട് കൊടുത്തിട്ട് തൈ നട്ട്. അത് കഴിഞ്ഞ് പിന്നെ തൈ നട്ട് പിടിച്ച് വന്ന് 2-3 ഇലയൊക്കെ വിരിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഴമാണെങ്കിലും പച്ചക്കറി തോലാണെങ്കിലും ഒക്കെ ചീഞ്ഞതും ഈ പഴത്തോലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലൊരു വളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ഞാൻ പഴം ചീഞ്ഞതും ഒക്കെ അങ്ങനെ അതിൻ്റെ കടയിൽ കൊണ്ടിട്ട് കൊടുക്കും. ഓരോന്നിൻ്റെ കട നിറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 2 ചട്ടകം മണ്ണ് അതിൻ്റെ മീതെ ഈ പ്രാണികൾ ഇതൊക്കെ വന്നിട്ട് തൈകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യും. പിന്നെ ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ മഞ്ഞപ്പൊടിയും വെണ്ണീറും കൂടി കലക്കിയിട്ട് അത് തെളിച്ച് കൊടുക്കും, മുരടിപ്പ് വരാതിരിക്കാൻ. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. അങ്ങനെ അപ്പോൾ എൻ്റെ മുളക് തൈകൾ കണ്ടില്ലേ, നല്ല ഉഷാറ് ഇഞ്ചി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞങ്ങളൊരു ചാക്കിൽ ഇഞ്ചി നട്ടിട്ട് ഒരു 3-4 കിലോ ഇഞ്ചി പറിച്ചെടുത്തതാട്ടോ. ഇത് ഇനി വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അന്ന് ഇതേപോലെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇഞ്ചി ഞങ്ങൾ ഇനി വിളവെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. 2 ചെറിയ കഷ്ണം ഇഞ്ചി കറി വെക്കാൻ കൊണ്ടുവന്നതിൽ നിന്ന് ഇരുന്ന് മുളച്ചപ്പോൾ വെച്ചതാട്ടോ. അതിന് ഒരു ചാക്ക് അതിൽ നിറയെ ഇഞ്ചി പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേപോലെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ കഴുകിയ വെള്ളം അങ്ങനത്തെ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് എൻ്റെ കൃഷി രീതി. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടുള്ള കാര്യമാണ്. ഞാൻ ചെയ്ത് അനുഭവം ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ അടുത്ത് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ഒക്കെ വേണം. ഈ അടിയിലത്തെ ഇല നുള്ളി കൊടുക്കണം എന്തിനാണെന്നറിയോ, കീടനാശിനികളൊക്കെ അതുമ്പോൾ കൂടെ വഴിയാണ് കീടങ്ങൾ വന്നിട്ട് മുളക് തൈക്ക് കേടുവരിക. അപ്പോൾ അതിൻ്റെ അടിയിൽ തൂങ്ങി കിടക്കുന്ന ഇലകളൊക്കെ നമുക്ക് ഇടക്കൊന്ന് നുള്ളി കൊടുക്കാം. നിലത്ത് തട്ടണം ഇലകൾ. അത് നിലത്ത് തട്ടി കഴിഞ്ഞിട്ട് ആണ് കേടുവരാൻ. ഇപ്പോൾ കണ്ട ഇതേപോലെ ഈ മുളക് തൈയുടെ തല ഇപ്പോഴട്ടെ നുള്ളി കൊടുക്കണം. അത് പുതിയ തൈ വെച്ചതായിരുന്നു. അപ്പോൾ ഒരു ഇത്രയൊക്കെ വലുതായി വരുമ്പോഴാണ് നമ്മൾ തലയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിന് പുതിയ ശിഖരങ്ങൾ വരും. ഇത് ഞാനൊരു മല്ലി പുതിന നട്ടതാട്ടോ. അത് കുറച്ചൊക്കെ പിടിച്ചു വരും. അത് ഈ പറഞ്ഞ പോലെ ഞാനെന്ത് ചെയ്യും,
അതിന്മേന്ന് കട്ട് ചെയ്തെടുക്കും. കുറച്ച് വരുമ്പോഴേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് ബിരിയാണി വെക്കുമ്പോഴൊക്കെ എടുത്തിട്ടാണ് അത് അങ്ങനെ. ഇത് പുതിനയാണ്, അതും ഇതേപോലെ തന്നെ